ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായ നിലയിലുള്ള പ്രതിഷേധം മത്സ്യത്തൊഴിലാളി മേഖലയെല്ലാം ഉയർന്നു നിൽക്കുമ്പോൾ അഭിമതനായിട്ടുള്ള പിതാവ് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തെ എല്ലാ ആദരവോടും കൂടെ ബഹുമാനിക്കുമ്പോൾ തന്നെ അദ്ദേഹം വസ്തുതാപരമായിട്ടല്ല ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് എന്ന കാര്യമാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. മത്സ്യത്തൊഴിലാളികളോടുള്ള UDF സർക്കാരിൻ്റെ നിഷേധാത്മകമായ നിലപാടിനെതിരെ വിവിധ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി PP ചിത്രരഞ്ജനാണ് നമുക്കൊപ്പം ഉള്ളത്. പലതരത്തിൽ നിങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ലത്തീൻ സഭയാണ് പ്രധാനപ്പെട്ട മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവർ. ആ ബിഷപ്പ് പറയുന്നു നല്ല പ്രവർത്തനമാണ് ഈ സർക്കാർ നടത്തുന്നത്. ആരാധനായിട്ടുള്ള ബിഷപ്പ് പ്രതിദാനം ചെയ്യുന്ന സഭയിലെ അംഗങ്ങളായിട്ടുള്ളവരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മഹാഭൂരിപക്ഷം വരുന്നത്. ആ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കാണാതായിട്ടുള്ള വിഴിഞ്ഞത്തുള്ള തൊഴിലാളിയുടെ കുടുംബത്തിനോ മുതലപ്പുഴയിലുള്ള തൊഴിലാളിയുടെ കുടുംബത്തിനോ നീണ്ടകരയിലുള്ള തൊഴിലാളിയുടെ കുടുംബത്തിനോ അഭിമതരായിട്ടുള്ള ബിഷപ്പിൻ്റെ അഭിപ്രായമാണോ ഉള്ളത്? അവർ പറയുന്നത് തികഞ്ഞ പരാജയമായിരുന്നു. ഇത് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം അത് കുഴപ്പമില്ല, നടന്നോട്ടെ. പക്ഷേ നടത്തേണ്ട ഏകോപനം നടത്തി അന്വേഷണം നടത്തേണ്ട സന്ദർഭത്തിൽ വളരെ കൃത്യമായ പ്രവർത്തനം നടക്കാതെ വന്നതുകൊണ്ടാണ് 12 ദിവസം കഴിഞ്ഞിട്ടും അവരെ കണ്ടെത്താൻ കഴിയാത്തത് എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായ നിലയിലുള്ള പ്രതിഷേധം മത്സ്യത്തൊഴിലാളി മേഖലയെല്ലാം ഉയർന്നു നിൽക്കുമ്പോൾ അഭിമതനായിട്ടുള്ള പിതാവ് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തെ എല്ലാ ആദരവോടും കൂടെ ബഹുമാനിക്കുമ്പോൾ തന്നെ അദ്ദേഹം വസ്തുതാപരമായിട്ടല്ല ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് എന്ന കാര്യമാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുന്നത് ഏകോപനത്തിൽ വന്ന പിഴവ് കൊണ്ടാണ് ഈ പ്രളയക്കെടുതികളുണ്ടാകുന്ന കാലാവസ്ഥയിൽ മാറ്റം വരുന്ന ഈ കാലഘട്ടങ്ങളിൽ മുൻകാലങ്ങളിൽ ചെയ്യുന്നത് പോലെയുള്ള ഏകോപനം നടത്താൻ കഴിയാതെ വന്നതുകൊണ്ടാണ്. അതിന് ഏകോപനം നടത്താൻ ചുമതലപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥരെ പോലും സ്ഥലം മാറ്റിക്കൊണ്ട് ആ സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ടാണ് ഈ ഗവൺമെൻറ് നിരുത്തരവാദമായിട്ടുള്ള നിലപാട്. എന്തിനാണ് UDF സർക്കാർ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ് പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കുന്ന ഒരു ഇടപെടൽ തോമസ് ജെറ്റ പിതാവിനെ പോലുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുകൂടെ പിന്തുണച്ച് വന്നൊരു ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ ആ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത എന്തോ അവർക്കുണ്ട് എന്നുള്ള നിലയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരിക്കൽ പോലും അത് പറയാൻ വയ്യായിരുന്നു. ദൗർഭാഗ്യകരമാണ്. അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഈ വന്നിൽ നിൽക്കുന്ന തൊഴിലാളികൾ വിഴിഞ്ഞത്തുനിന്നും മുതലപ്പുഴയിൽ നിന്നൊക്കെ തന്നെയുള്ള തൊഴിലാളികളാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട പിതാവിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രതിരോധം, ആ പ്രതിരോധം കൊണ്ടൊന്നും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഗുരുതരമായ വീഴ്ച മൂടിവെക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്കേണ്ട കാര്യം പിതാവിനില്ലല്ലോ. അല്ല, അത് ജനം വിലയിരുത്തിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, 12 ദിവസമായിട്ടൊരു ഫിഷറീസ് മന്ത്രി കടപ്പുറത്ത് വന്നോ? ഇന്നലെയാണ് വന്നത്. അതെ, അങ്ങനെയാണോ വരേണ്ടത്? തലസ്ഥാന നഗരിലല്ലേ മന്ത്രി ഉള്ളത്? ചെന്നോ? ഇന്നലെ വരെ അദ്ദേഹം ഇവിടെ പോയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഫിഷറീസ് വകുപ്പ് മന്ത്രി ഏത് കാര്യത്തിലാണ് ഇടപെട്ടത്? അതിന് മുൻകൂരൊക്കെ ഒരു യോഗം പോലും വിളിച്ചോ? എന്ന് മാത്രമല്ല, മുരളീധരൻ പറഞ്ഞത് എന്താ? ആരോഗ്യമന്ത്രി കടലിലൊക്കെ പോയാൽ കുറേ ദിവസം കഴിച്ചേ കിട്ടത്തുള്ളതാണല്ലേ. എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ദുരന്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് പണ്ടുമൊക്കെ ആളെ കാണാനുണ്ട്, 148 പേരെ ഇനി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കാനല്ലേ? ആ കാണപ്പെടാത്തവരുടെ മനസ്സിൻ്റെ വേദന, ആ കുടുംബങ്ങളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന, ഇതേക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം അറിയുന്ന, ഇതെല്ലാം കാണുന്ന സഭാ നേതൃത്വം ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് അഭിമതരായിട്ടുള്ള ശ്രീ യൂജിൻ പെരേര പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വലിയ അപാകത നിൽക്കുന്നു. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പറയാനിടയായ ചേതോവികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ അത് വസ്തുതാപരമല്ല എന്നതാണ് പറയാനുള്ളത്. എന്താണ് സർക്കാർ അനുകൂല നിലപാട് ആർച്ച് ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്? അങ്ങനെ പറയേണ്ട സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് PP ചിത്രരഞ്ജൻ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അരുൺ പാലോടിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.